ഇന്നലെ ഒരു പ്രകോപനവുമില്ലാതെ, ഒരു കാരണവുമില്ലാതെ ബൂത്തിനകത്ത് വെച്ചാണ് കൈകാര്യം ചെയ്യുന്നത്. ബൂത്തിനകത്ത് വെച്ച് രാഹുലിനെയും അതുപോലെ തന്നെ ഷഫീഖിനെയും ബൂത്തിനകത്ത് വെച്ചാണ് ഈ ക്രിമിനലുകൾ 25ഓളം വരുന്ന ഗുണ്ടകൾ ബൂത്തിനകത്ത് കയറി. പ്രിസൈഡിങ് ഓഫീസർ ഉണ്ട്, മറ്റോഫീസർ പിന്നെ പോളിംഗ് ഓഫീസേഴ്സ് ഉണ്ട്. ഇവരുടെ ഒക്കെ സാന്നിധ്യത്തിൽ പുറത്ത് നിരനിരയായി പോലീസും ഉണ്ട്. ഇനി പോലീസ് ഇല്ല എന്ന് പറയാൻ ഇവർക്ക് ഒരു കാരണവശാലും പറ്റില്ല. പോലീസ് വീഡിയോ ക്ലിപ്പിങ് അത് പിന്നെ പത്രക്കാർ കണ്ടിട്ടുണ്ട്, നാട്ടുകാർ കണ്ട്, എല്ലാവരുടെ കയ്യിലുണ്ട്. അത് വളരെ കൃത്യമായി ഈ പോലീസുകാർ ചെയ്യുന്നത് ഈ ഗുണ്ടകൾക്ക് അഴിഞ്ഞാടാൻ അവസരമൊരുക്കി കൊടുക്കാണ്. അവര് നല്ല പിന്നെ സമാധാനത്തോടെ അകത്ത് വലിയ ബഹളം നടക്കാണ്. ഞങ്ങളുടെ ബൂത്ത് ഏജന്റ് രാഹുലിനെയും ഷഫീഖിനെയും ഒക്കെ ക്രൂരമായി അടിച്ച് തലക്കും കഴുത്തിനുമൊക്കെ അടിച്ചൊതുക്കുമ്പോ പോലീസ് ഇപ്പുറത്ത് നല്ല കാഴ്ചക്കാരായി നിൽക്കുകയും പോലീസ് ഈ ക്രിമിനലുകൾക്ക് മുഴുവൻ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ അവിടെ കണ്ടത്. ഇങ്ങനെ മൃഗീയമായി ഈ ഒരു ഗുണ്ടാ സംഘം ഇങ്ങനെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് എത്ര നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതാ ബീഹാറോ? അപ്പൊ CPM ഇങ്ങനെ ക്രിമിനലുകളെ അഴിഞ്ഞാടാൻ വിട്ടാൽ എന്താ ചെയ്യാ? ഇവിടെ നമ്മൾ കൃത്യമായി ഞങ്ങൾ പോലീസിനോട് പറഞ്ഞു. രാഹുലിന്റെ മൊഴിയുണ്ട്, ഫൂട്ടേജ് ഉണ്ട്, CCTV ഫൂട്ടേജ് എടുത്താൽ നിങ്ങൾക്ക് കാണാം. ഇതില് നമ്പർ 1 മുന്ന ലിനീഷ്, അവനാണ് പാഞ്ഞു കയറി അടിക്കുന്നത്. അതുപോലെ തന്നെ ജിനിത്ത്, അശ്വന്ത് VC, രാജൻ PP തുടങ്ങി കണ്ടാൽ അറിയാവുന്ന കുറെ പേരുണ്ട്. 25ഓളം ആളുകളുണ്ട്. ഇവരൊക്കെ ചേർന്നാണ് ഇത് പിന്നെ ഇവരെ മർദ്ദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിനെതിരെ ഞങ്ങള് വളരെ കൃത്യമായി ഇന്ന കാലത്ത് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെടുകയും ഓഫീസർമാരുമായി അവരിയ്ക്കുകയും സംസാരിക്കുകയും അവരെടുത്ത് കൃത്യമായി കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് സംഭവിച്ചത്, റിട്ടേൺ പരാതി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്, സംഭവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. CC ഫുട്ടേജ് ഒക്കെ അവരെ കയ്യിലുണ്ട്, അവര് കൃത്യമായി ഇത് മനസ്സിലാക്കുന്നുണ്ട്. അപ്പൊ പരാതി ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. അടിയന്തരമായും ഇതിൽ ഇടപെട്ടുകൊണ്ട് ഇതിന് പരിഹാരം ഉണ്ടാക്കണം. ഇനി ഇങ്ങനെ ഒരു അവസ്ഥ അവിടെ 90% മേലെ പോളിംഗ് നടക്കുകയാണ്. 92% പോളിംഗ് ആണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 121-ലും 124-ലും നടന്നത്. എന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ കുത്തിയിടുകയാണ്. കുറ്റ്യാടി നിയോജക മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്ന ബൂത്താണ്. കാരണം അവിടെ ഇനി ആരും ബാക്കിയില്ല ചെയ്യാൻ. അത് മുഴുവൻ ഇന്ന് മാത്രമല്ല, ഇന്നലെ മാത്രമല്ല, എല്ലാ തെരഞ്ഞെടുപ്പിലും അവരിങ്ങനെ ഗുണ്ടകളെ വെച്ച് അഴിഞ്ഞാടുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പൊ ഇതിനെതിരെ